വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമ്മൾ മോണോലിത്ത് ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മളെ PHP MySQL ആപ്ലിക്കേഷൻ ഒരു അജാക്സ് ഉപയോഗിച്ച് റെസ്റ്റ് API ആക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് തന്നെ ജാവാസ്ക്രിപ്റ്റിൽ അജാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്രോച്ചുകൾ ഉണ്ട്. അതായത് അതിലുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് XML HTTP റിക്വസ്റ്റ് എന്ന് പറയുന്ന അപ്രോച്ചാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിങ്ങും അതിന്റെ ഓപ്പറേഷൻസും അജാക്സ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ PHP ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ഇൻഡെക്സ് PHP ഫയൽ ഉണ്ട്. അതിൽ PHP കോഡും HTML കോഡും ജാവാസ്ക്രിപ്റ്റും എല്ലാ കോഡും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ ടച്ച് ചെയ്യാതെ ചേഞ്ച് ചെയ്യാതെ ഞാൻ പുതിയൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, index-ajax.php എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫയലിലേക്ക് ഞാൻ സെയിം കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്തിട്ടു index.php എന്നിട്ട് ആദ്യം ചെയ്തത് എന്താണ്, അതിലുള്ള എല്ലാ PHP കോഡും റിമൂവ് ചെയ്തു. നമ്മൾ പാർഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന PHP കോഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ PHP കോഡും എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, അത് PHP ഇല്ലാതെ HTML മാത്രമായിട്ട് മാറി. അപ്പൊ ഇത് ജസ്റ്റ് HTML ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PHPന്റെ അപ്രോച്ച് ആണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്തു, PHP കണ്ടന്റ്സും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുന്ന ടോപ്പിൽ നമ്മൾ ഓരോ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നുണ്ട്. പേജോ സോർട്ട് ചെയ്തോടണം. ഡീഫോൾട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ഗെറ്റ് നടക്കും, പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടും വേരിയബിൾ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നു. ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ ഇൻപുട്ടിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ അതിന് സെലക്റ്റഡ് ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള URLs ഒക്കെ ജനറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ സോർട്ടിംഗ് ആണെങ്കിൽ ആ സോർട്ടിങ്ങിന്റെ അവിടെ നമ്മൾ URLs ഒക്കെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡാറ്റ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈൽ ലൂപ്പും കാര്യങ്ങളും, ഡാറ്റാബേസ് കണക്ഷൻ, പേജിനേഷന്റെ അവിടെ hrefl URL ജനറേറ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ പേജിനേഷൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ PHP കോഡുകളും നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ആദ്യം നമുക്ക് ലിസ്റ്റിംഗ് പാർട്ട് നോക്കാം. എങ്ങനെയാണ് ലിസ്റ്റിംഗ് പാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ലിസ്റ്റിംഗിന് വേണ്ടി നമ്മൾ ടേബിൾ ആണല്ലോ, ആ ടേബിൾ അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ആ ടേബിൾ ഞാനൊരു ID കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ടേബിൾ എന്ന് പറഞ്ഞു. സോർട്ടിങ്ങിന് അവിടെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഹെഡിങ് ഉണ്ട്, ID, പിന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം, ആക്ഷൻ, ഇത്ര ഹെഡിങ് ഉണ്ട്, അത് മാത്രം കൺസിഡർ ചെയ്യാം. ഇനി ടി ബോഡി ഇട്ട് എന്നിട്ട് അതിനും ഒരു ID കൊടുത്തു, ഡിപ്പാർട്ട്മെന്റ്-ടേബിൾ ബോഡി. എന്നിട്ട് അതിൽ ടി ബോഡിന്റെ ഉള്ളിൽ വാല്യൂസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ പേജിനേഷൻ ആൻഡ് ആ ഒരു ടെക്സ്റ്റ് സെന്റർ ഒക്കെ കൊടുത്തിട്ട് ആ പേജിനേഷൻ സെയിം കണ്ടന്റിനെ UL ഇട്ടു. ആ ULന് ഒരു പേജിനേഷൻ എന്ന് പറഞ്ഞ ID കൊടുത്തു. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ എല്ലാ മറ്റുള്ള കണ്ടന്റ്സ് ഒന്നുമില്ല. ഇനി ഇതിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ ചെയ്തത് എന്താണ്, ഞാൻ എന്റെ ഫൂട്ടർ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്തു. അസെറ്റ്സിൽ JS departments.js. അസെറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഒരു JS എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് JS ആഡ് ചെയ്തിട്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് പോകാൻ വേണ്ടി /assets JS department.js. അപ്പൊ അതില് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് window.onload എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന ഫംഗ്ഷൻ വിളിക്കുന്നത്. window.onload എന്ന് പറഞ്ഞാൽ ഈ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ, അതൊരു ഇവന്റ് ആണ്. ആ ഇവന്റിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ ആണ് വിളിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ വിളിക്കണം. ഫംഗ്ഷൻ ഓഫ് ഒരു അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പേരില്ലാണ്ട് ഇങ്ങനെ ഫംഗ്ഷൻ കൊടുക്കുന്നതിനാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അനോണിമസ് ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്, ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഈ ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് ചെയ്യുന്നത്, അതിൽ ചെയ്യുന്ന ഇതാണ് സെർച്ച് ഫീൽഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഗെറ്റ് ഒക്കെ ഉപയോഗിച്ച് എടുത്തതല്ലായിരുന്നു, $_get ഒക്കെ ഉപയോഗിച്ച്. അതിന് പകരം ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, കോൺസ്റ്റ് സെർച്ച് ഫീൽഡ് ഈക്വൽ ടു document.getElement by ID സെർച്ച് ഫീൽഡ് ഡോട്ട് വാല്യൂ. അതായത് നമ്മൾ ഡോം ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഡോം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അജാക്സിലുള്ള നമ്മൾ സെർച്ച് ഫീൽഡ് ഇവിടെ സെർച്ച് ഇതാണല്ലോ സെർച്ച് ഫോം, അതിൽ സെർച്ച് ഫീൽഡിന് സെർച്ച് ഫീൽഡ് എന്ന് പറഞ്ഞ ID കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ID കൊടുക്കണം. അപ്പൊ ID വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഡോട്ട് അപ്പൊ എലമെന്റ് കിട്ടി, ഡോട്ട് അതിൽ വാല്യൂ, അതൊരു പ്രോപ്പർട്ടിയാണ്, ഡോമിലുള്ള ഒരു ഡോം ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ നമ്മൾ സെർച്ച് ടൈപ്പ് എടുത്തു, സെർച്ച് ടൈപ്പിന്റെ വാല്യൂ, പിന്നെ അതിന്റെ സെർച്ച് വാല്യൂ ട്രൂം എടുത്തു. ഇതൊക്കെ ഓരോ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് നേരത്തെ നമ്മൾ മോണോലിത്ത് ആയിട്ട് ചെയ്തപ്പോൾ നമ്മൾ URL ജനറേറ്റ് ചെയ്തല്ലോ,
ആ URL ജനറേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു URL ജനറേറ്റ് ചെയ്യണം. ഒരു ഫയലിന്റെ പേരുണ്ട് ഇവിടെ. എന്താണ് ആ ഫയൽ എന്നുള്ളതൊക്കെ നോക്കാം. API.php ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, അതും ഗെറ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും വിളിക്കാൻ പോകുന്ന. അജാക്സ് ആണെങ്കിൽ ഗെറ്റിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ അവിടെ പാസ് ചെയ്യണം. അതായത് പേജ് ഈക്വൽ ടു എന്താണ്, കറണ്ട് പേജ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ് കറണ്ട് പേജ് ടോപ്പിൽ 1 ഡീഫോൾട്ട് വാല്യൂ, ഐറ്റം പെർ പേജ് 10 ഡീഫോൾട്ട് വാല്യൂ, സോർട്ട് ബൈ ID വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുന്നത് ഡീഫോൾട്ട് വാല്യൂ, സോർട്ട് ഓർഡർ ഡിസെൻഡിങ്. ഇത്രയും വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്തു, ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഡീഫോൾട്ട് വാല്യൂസ് ഈ വേരിയബിൾസ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പേജ് നമ്മൾ പാസ് ചെയ്യാണ് കറണ്ട് പേജ്. ഇനി എപ്പോഴാണ് ഈ കറണ്ട് പേജ് ചേഞ്ച് ചെയ്യുക, വേരിയബിൾസ് ചേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് പേജ് പാസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പേജ് ഈക്വൽ ടു 1 ആൻഡ് ഐറ്റംസ് പെർ പേജ് ഈക്വൽ ടു ഐറ്റംസ് പെർ പേജ്, സോർട്ട് ഈക്വൽ ടു സോർട്ട് ബൈ, ഓർഡർ ഈക്വൽ ടു സോർട്ട് ഓർഡർ. എല്ലാം നമ്മൾ വേരിയബിൾ ഉണ്ട്. സെർച്ച് ഫീൽഡ്, സെർച്ച് ടൈപ്പ്, ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ആ വേരിയബിൾ ഇവിടെ. സെർച്ച് വാല്യൂ 2, സെർച്ച് വാല്യൂ 2 നമ്മൾ കൊടുക്കുകയാണ്. സെർച്ച് ടൈപ്പ് ബിറ്റ്വീൻ ആണെങ്കിൽ ആ സെർച്ച് വാല്യൂ 2, അല്ലെങ്കിൽ empty. ഇതെന്താണ്, ടെർണറി ഓപ്പറേറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ബാക്ടിക്സ് ഇട്ടിട്ട്, അതായത് ടെംപ്ലേറ്റ് ലിറ്ററൽ ആണ് ഇവിടെ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, വേരിയബിൾസ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പൊ ഡോളർ ഇട്ട് കേളി ബ്രേസിന്റെ ഉള്ളിൽ എന്താണ് നമ്മൾ കണ്ടീഷൻ ഇടാണ്. സെർച്ച് ടൈപ്പ് ട്രിപ്പിൾ ഈക്വൽ ടു ബിറ്റ്വീൻ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ആണെങ്കിൽ സെർച്ച് വാല്യൂ, അല്ലെങ്കിൽ empty. അപ്പോൾ സെർച്ച് വാല്യൂ എന്തായിരിക്കും, ബിറ്റ്വീൻ അല്ലെങ്കിൽ empty ആയിരിക്കും. ബിറ്റ്വീൻ ആണെങ്കിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്തായിരിക്കും, സെർച്ച് വാല്യൂ 2. സെർച്ച് വാല്യൂ 2 എങ്ങനെയാണ് എടുക്കുന്നത്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID സെർച്ച് വാല്യൂ 2 ഡോട്ട് വാല്യൂ, അതിൽ കൊടുത്ത വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒരു URL ജനറേറ്റ് ചെയ്തു. ഈ URLിലേക്കാണ് നമ്മൾ ഈ URL നിന്നാണ് നമുക്ക് ഡാറ്റ കിട്ടുക. ഓക്കെ, എന്നിട്ട് അജാക്സ് കൊടുക്കേണ്ട എങ്ങനെ, XML HTTP റിക്വസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യേണ്ട കോൺസ്റ്റ് XHR എന്നൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് വിളിക്കേണ്ടത്, ന്യൂ XML HTTP റിക്വസ്റ്റ് എന്നാണ് വിളിക്കുക. അതിൽ XML ക്യാപ്സ് ആണ്, H ക്യാപ്സ്, R ക്യാപ്സ്, റിക്വസ്റ്റ് ഓഫ്, അതൊരു ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിന്റെ ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും. എന്നിട്ട് ആ XHR എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഫംഗ്ഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. അതിലുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഓപ്പൺ. അതായത് ഒരു റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യാണ്, ഓപ്പൺ. അതിന്റെ HTTP മെത്തേഡ് എന്താണെന്ന് ആദ്യം കൊടുക്കണം. ഗെറ്റ് റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിന്റെ URL എന്താണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് URL പാസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് URL, ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കുക അവിടെ. അപ്പൊ എന്താണ്, എന്തൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് നോക്കാം. അതായത് മെത്തേഡ് എന്താണ് നോക്കുക, URL കൊടുക്കുക. ഇനി അസിങ്ക് ആണോ, അസിങ്കർനെസ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിങ്കർനെസ് ആണ്. അതായത് നമുക്ക് അജാക്സ് എന്ന് പറയുന്നത് അസിങ്കർനെസ് ആണല്ലോ, സിങ്കർനെസ്സും ആക്കാൻ പറ്റും. അപ്പൊ അതിനാണ് ട്രൂ, ബൈ ഡിഫോൾട്ട് ട്രൂ ആയിരിക്കും. ആ ട്രൂ എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ റിക്വസ്റ്റ്, നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുന്ന ഡാറ്റന് ഹെഡർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആവശ്യമുള്ള, ഇവിടെ ഗെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യമല്ല, എന്നാലും നമ്മളത് സെറ്റ് ചെയ്യാണ്. XHR ഡോട്ട് സെറ്റ് റിക്വസ്റ്റ് ഹെഡർ, എന്നിട്ട് അതിൽ കീ പാസ് ചെയ്യണം. എന്താണ് ഹെഡർ എന്ന് പറയുന്നത്, നമ്മൾ നെറ്റ്വർക്ക് ടാബിൽ നോക്കുമ്പോൾ ഹെഡറിൽ കാണൂലേ, അവിടെ ഉള്ള ഒരു ഹെഡ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക സെർവറിന്. കണ്ടന്റ് ഹൈഫൺ ടൈപ്പ്, ടീം ക്യാപ്സ് ആണ്, ഒരു ഹൈഫൺ ഉണ്ട് അതിന്, കണ്ടന്റ് ടൈപ്പ് കൊടുക്കുന്ന ഇങ്ങനെ. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓർ JSON, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് JSON ആയിട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓർ JSON ആണ് JSON ടൈപ്പിന് പറയുന്നത്, മൈൻ ടൈപ്പ് ആണത്. അപ്പോൾ എന്ത് ചെയ്തു, ഹെഡർ സെറ്റ് ചെയ്തു. URL മെത്തേഡ് ഗെറ്റ് ആണ് എന്ന് പറഞ്ഞ URLും സെറ്റ് ചെയ്തു. പിന്നെ അസിങ്കർണസ് ആണെന്ന് പറഞ്ഞു, ഹെഡർ സെറ്റ് ചെയ്തു, കണ്ടന്റ് ടൈപ്പ് ഹെഡർ. എന്നിട്ട് നമ്മൾ പറയുന്നത് XHR ഓൺ ലോഡ് ഫംഗ്ഷൻ ലോഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്, ആ അജാക്സ് ലോഡ് ചെയ്യുമ്പോൾ, അജാക്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം. ഈ XHR ഡോട്ട് സ്റ്റാറ്റസ്, ഇത് നേരത്തെ നമ്മൾ മെത്തേഡ് ആയിരുന്നു വേണ്ടത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി ആണ് ഡോട്ട് സ്റ്റാറ്റസ് ആണ് പ്രോപ്പർട്ടി ഉണ്ടാവും. ട്രിപ്പിൾ ഈക്വൽ ടു 200. അത് 200 ആണെങ്കിൽ നമ്മൾ HTTP എന്താണ് മെത്തേഡ്സ് നമ്മൾ കണ്ടതാണ് കുറെ, ഗെറ്റ്, പോസ്റ്റ് ഒക്കെ. അതേപോലെ തന്നെ റെസ്പോൺസ് കോഡ് 200 സീരീസിലുള്ളതാണെങ്കിൽ സക്സസ് ആയിരിക്കും, 300 സീരീസിലുള്ളതാണെങ്കിൽ റീഡയറക്റ്റ് ആയിരിക്കും, 400 സീരീസിലുള്ളതാണെങ്കിൽ ക്ലൈന്റ് എറർ, നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ സെൻഡ് ചെയ്ത ഡാറ്റ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത URL തെറ്റാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ 400 സീരീസ് വരിക. 500 സീരീസ് എന്ന് പറയുന്നത് ഇന്റേണൽ സെർവർ എറർ, നിങ്ങൾ കോഡിലുള്ള എറേഴ്സ് ആണ് 500 സീരീസിൽ വരിക. അപ്പൊ 200 ആണെങ്കിൽ ഓക്കെ ആണല്ലോ. അപ്പൊ ഓക്കെ ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടി, റെസ്പോൺസ് സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ആണിത്. അപ്പോൾ XHR ഡോട്ട് സ്റ്റാറ്റസ് ട്രിപ്പിൾ ഈക്വൽ 200 ആണെങ്കിൽ എന്താണ്, ഡാറ്റ ഈക്വൽ ടു
അന്ന് നമുക്ക് കിട്ടുന്നത് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക, സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുക റെസ്പോൺസ്. അപ്പൊ അത് എന്ത് ചെയ്യാണ്, ജേസണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ജേസൺ ക്യാപിറ്റൽ ഡോട്ട് പാർസ്, ജേസണിൽ പാർസ് എന്നും ജേസൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ എന്ന് രണ്ട് മെയിൻ ഫംഗ്ഷൻസ് ഉണ്ട്. ജേസൺ ഡോട്ട് പാർസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് ജേസണിലേക്ക് കൺവേർട്ട് ആവും. ജേസൺ ഡോട്ട് സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞാൽ അതിലൊരു ജേസൺ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ആവും. അങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ജേസൺ ഡോട്ട് പാർസ് ഓഫ് എക്സ്എച്ച്ആർ ഡോട്ട് റെസ്പോൺസ് ടെക്സ്റ്റ്, അതും ഒരു എന്താണ് പ്രോപ്പർട്ടിയാണ്. റെസ്പോൺസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ എന്തുണ്ടാവും, അതിന്റെ റെസ്പോൺസ് ഉണ്ടാവും. അത് നമ്മൾ ജേസൺ ആക്കി ഡാറ്റ. എന്നിട്ട് ടി ബോഡി എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. കോൺസ്റ്റ് ടി ബോഡി ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ബോഡി. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. ടി ബോഡിക്ക് നമ്മൾ ഒരു ഐഡി കൊടുത്ത് ആ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ടി ബോഡി ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു എന്ത് ചെയ്തു, എം ടി ആക്കി. അതിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നർ HTML ഈക്വൽ ടു ഒരു ഡോമിൽ ഇന്നർ HTML എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള HTML ആക്സസ് ചെയ്യാനോ ക്ലിയർ ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ്. ടി ബോഡി ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു എം ടി എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ ഓൾറെഡി ഡാറ്റ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റ ഡോട്ട് സക്സസ്, ഡാറ്റ എന്ന് പറഞ്ഞാൽ ജേസൺ ആണ്. അപ്പോൾ നമ്മൾ API ന്ന് ആ ഒരു ഡാറ്റയിൽ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളും കൂടെ ഉണ്ട്. അത് സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഡാറ്റ അതിൽ നമുക്ക് എന്തുണ്ടാവുക, ഡാറ്റ ഡോട്ട് ഡാറ്റ ഉണ്ടാവും. സക്സസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ടാവും ആ റെസ്പോൺസിൽ. പിന്നെ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഫീൽഡും ഉണ്ടാവും. ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ വേരിയബിൾ ആണ്. അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടാവും, സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ ഡാറ്റ എന്ന് പറയുന്നത് അതിൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ലൂപ്പ് ചെയ്യാൻ നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ്സിൽ ഫോർ ഈച്ച് ലൂപ്പ് ചെയ്യാണ്. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു അറേയാണ്. അറേയിൽ ഫോർ ഈച്ച് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് കിട്ടുമ്പോൾ ഡോമില് നിങ്ങൾക്ക് ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് എലമെന്റ്. അപ്പൊ ഒരു റോ ഉണ്ടാക്കണം നമ്മൾ. ഓരോന്നിനും ഒരു റോ അല്ല വേണ്ടത്. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു റോ വേണം. അപ്പോൾ നമ്മൾ ആദ്യം റോ ഉണ്ടാക്കുക. ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് ഓഫ് TR, HTML പകരം ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ TR ഉണ്ടാക്കി. എന്നിട്ട് അതിന് എന്ത് ചെയ്യാണ്, സെല്ലും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സെല്ല് ഐഡിക്കുള്ള ഒരു സെൽ ID കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് ഓഫ് TD, ആദ്യം ഒരു TD ഉണ്ടാക്കി ID കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെൽ ID ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഇടാൻ ഒരു ടെക്സ്റ്റ് HTML അല്ല, ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു അതൊരു ഡോമിന്റെ പ്രോപ്പർട്ടിയാണ്. ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മൾ ലൂപ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ID ഡാറ്റാബേസ് നമ്മൾ API വരുന്ന ID ആദ്യത്തെ TDന്റെ ഉള്ളിൽ ഇട്ടു. എന്നിട്ട് റോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലോ, റോ ഡോട്ട് അപ്പൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് ഡോമിലുള്ള ജാവാസ്ക്രിപ്റ്റ് ഡോമിലുള്ള ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ റോ ഡോട്ട് അപ്പൻഡ് ചൈൽഡ് ഓഫ് സെൽ ID, അത് ഈ ID എന്ന് പറഞ്ഞ സെൽ TDയും അതിന്റെ ഉള്ളിൽ വാല്യൂ ഇട്ടല്ലോ, അത് രണ്ടും എന്ത് ചെയ്യും ഈ റോയിലേക്ക്. അപ്പൊ ഒരു TR വന്ന് അതിന്റെ TDയും വന്ന് അതിന്റെ ഉള്ളിൽ ID 1 ആണെങ്കിൽ 1 എന്നുള്ള അത്രയും വന്നു കേട്ടോ. ഇനി നെയിമിന് ഇതേപോലെ തന്നെ TD ഉണ്ടാക്കി, അതിന്റെ ടെക്സ്റ്റ് കണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് നെയിം, എന്നിട്ട് റോയിലേക്ക് അപ്പൻഡ് ചൈൽഡ് സെൽ നെയിം. അതേപോലെ തന്നെ ആക്ഷന് വേണ്ടിയിട്ട് ഒരു TD ഉണ്ടാക്കി, അതിന് ക്ലാസ് നെയിം ടെക്സ്റ്റ് എൻഡിലേക്ക് നിൽക്കാൻ വേണ്ടി ടെക്സ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം കൊടുത്തു. അപ്പോൾ ഒരു എലമെന്റിന് ക്ലാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഡോം പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. പിന്നെ എഡിറ്റ് ബട്ടൺ ഉണ്ടാക്കാം. ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് ബട്ടൺ, അതിന് ക്ലാസ് നെയിം ഒന്നിലധികം ക്ലാസ് നെയിം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ക്ലാസ് നെയിം ഈക്വൽ ടു കൊടുത്തു. പിന്നെ അതേപോലെ അതിൽ ടെക്സ്റ്റ് കണ്ടന്റ്, ആ ബട്ടണിൽ ടെക്സ്റ്റ് ഉണ്ട്, എഡിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റ് കണ്ടന്റ് എഡിറ്റ് കൊടുത്തു. ഇനി ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊടുക്കണം. അപ്പൊ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് ഈക്വൽ ടു അതിലൊരു ഫംഗ്ഷൻ, അനോണിമസ് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണ് ഷോ മോഡൽ ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നത്. എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അതിലേക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് പാസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൽ ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആക്ഷനുള്ള TD ആണല്ലോ, അതിലേക്ക് ആ എഡിറ്റ് ബട്ടൺ കൂടെ അപ്പൻഡ് ചെയ്തു. അപ്പോൾ എഡിറ്റ് എന്ത് ചെയ്തു, ആ TDന്റെ ഉള്ളിൽ വന്നു. ഇനി അതേപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ ആണ്. അതിനകത്ത് എന്ത് ചെയ്യാണ്, സെൽ ആക്ഷന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഡിലീറ്റ് ബട്ടണും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് രണ്ടും എഡിറ്റും ഡിലീറ്റും ആഡ് ചെയ്തതിനു ശേഷം ആ റോയിലേക്ക് എന്താണ് ആക്ഷൻ സെല്ല് കൂടെ അപ്പൻഡ് ചെയ്തു. എന്നിട്ട് അപ്പൊ റോ ക്രിയേറ്റ് ആയല്ലോ. എന്നിട്ട് ടി ബോഡി നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ടി ബോഡിന്റെ ഉള്ളിലേക്ക് അപ്പൻഡ് ചൈൽഡ് TRും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ ഓരോ ലൈനായിട്ട് വായിച്ചു നോക്കിയാൽ കാണാം, നിങ്ങൾ HTML പോയിട്ട് TR ഇടുന്നു, അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് TD ഇടുന്നു, അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഇടുന്നു, അതിന്റെ സെയിം എഫക്റ്റ് ആണ് ഇത്. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്നത് മാത്രം. ഇവിടെ ഡിലീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റിനുള്ള ബട്ടൺ ആഡ് ചെയ്തു, അതിന്റെ ക്ലാസ്സുകൾ ആഡ് ചെയ്തു, അതിന്റെ ടെക്സ്റ്റ് ആഡ് ചെയ്തു,
ഓൺ ക്ലിക്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഡിലീറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കണം, അതിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഡോട്ട് ഐ ഡി ആണ് പാസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ളത് പിന്നീട് നോക്കാം. അപ്പോൾ ഓവറോൾ നിങ്ങളിവിടെ കാണേണ്ടത് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഒരു എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് ആ എലമെന്റ് നിലവിലുള്ള ഒരു എലമെന്റിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്, ആ എലമെന്റ് എങ്ങനെ ക്ലാസ് നെയിം കൊടുക്കും, അതിനെങ്ങനെ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കും, ഇന്നർ HTML എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ക്ലിയർ ചെയ്യുന്നതും ഇന്നർ HTML ആഡ് ചെയ്യുന്നത് എന്താണ്, ഇത്രയുമാണ് നോക്കേണ്ടത്. അപ്പൻ ചൈൽഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു എലമെന്റിന്റെ ഉള്ളിലേക്ക് മറ്റൊരു എലമെന്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്ന ടോട്ടൽ പേജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്. ഡാറ്റയില് ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഐറ്റം പെർ പേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ പേജ് ആണ് നമ്മൾ PHP യിൽ ചെയ്ത സെയിം കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് ഓപ്ഷണൽ ആയിട്ട്, അത് ഡാറ്റ ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഡാറ്റ നമുക്ക് എംപ്റ്റി നള്ളാണെന്ന് വിചാരിക്കും, നമ്മുടെ ഡാറ്റാ ബേസിൽ ഐറ്റംസ് ഒന്നുമില്ല, അപ്പൊ നമ്മൾ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഡോട്ട് ആക്സസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് ഒബ്ജക്റ്റ് നള്ളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എറർ കോഡ് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്ഷണൽസ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഡോട്ട് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ഡോട്ട് ഉപയോഗിക്കുന്നതിന് ഓപ്ഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്ഷണൽ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ ഓപ്ഷണൽ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് കോഡ് ബ്രേക്ക് ആവില്ല. എന്നിട്ട് റെൻഡർ പേജിനേഷൻ എന്ന ഫംഗ്ഷനിലേക്ക് ടോട്ടൽ പേജസ് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി എൽസ്, ഇത് ഈഫ് കണ്ടീഷൻ എവിടെ വന്നത്, ഡാറ്റ സക്സസ് ആണെങ്കിൽ, അതായത് API റെസ്പോൺസിൽ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ഷോ അലേർട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിലേക്ക് ഡേഞ്ചർ എന്നും ആൻഡ് എറർ ഒക്കെ ഫെച്ചിങ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചു. എന്താണ് ആ ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നോക്കാം. എന്നിട്ട് കോൺസ്റ്റർ O ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. എറർ ആണ്, ഡാറ്റ ഒന്നും ഇല്ല, അല്ലെങ്കിൽ എറർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു TR ഉണ്ടാക്കി, TD ഉണ്ടാക്കി, അതിന് TDന്റെ കോൾ സ്പാൻ 2 എന്നാണ് കൊടുത്തു. രണ്ട് TD, രണ്ടല്ല മൂന്നുമാണല്ലോ, ഐഡിയും ഡിപ്പാർട്ട്മെന്റ് നെയിമും അതേപോലെ ആക്ഷനും 3 TD ഉണ്ടല്ലോ. അപ്പൊ കോൾ സ്പാൻ 3 എന്ന് കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു നോ റെക്കോർഡ്സ് ഫൗണ്ട്, റോ അപ്പൻ ചൈൽഡ് സെല്ല് അതായത് TD അതിലേക്ക് അപ്പൻഡ് ചെയ്തു, ടി ബോഡി ഡോട്ട് അപ്പൻ ചൈൽഡ് റോ, നേരത്തെ കൊടുത്ത പോലെ തന്നെ. എന്നിട്ട് ഇതൊക്കെ ആ XHRന്റെ ഓൺ ലോഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനം എന്താണ് ചെയ്യുന്നത്, XHR ഡോട്ട് സെൻഡ്, ഇപ്പോഴാണ് നമ്മൾ അജാക്സ് റിക്വസ്റ്റ് സെർവറിലേക്ക് വിടുന്നുള്ളൂ. XHR ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ആ റിക്വസ്റ്റ് പോകും. എന്നിട്ട് ആ റിക്വസ്റ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ആദ്യം ആ അജാക്സ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഇങ്ങനെ ന്യൂ XML HTTP റിക്വസ്റ്റ്, പിന്നെ അതിൽ മെത്തേഡ് ഡോട്ട് ഓപ്പൺ എന്നാണ് വിളിച്ചിട്ട് മെത്തേഡും URL-ഉം അസിൻക്രണസ് ആണോ അല്ലേ അത് പാസ് ചെയ്യും, ഹെഡർ സെറ്റ് ചെയ്യും, ലോഡിലാണ് നമ്മൾ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യുന്നതും ആ ഒരു HTML ഡാറ്റ സെറ്റ് ചെയ്യുന്നതും, പിന്നെ നമ്മൾ XHR ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞ് വിളിക്കും. ഇങ്ങനെയാണ് അജാക്സ് ജാവാസ്ക്രിപ്റ്റിലെ XML HTTP ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ API.php എന്ന് പറഞ്ഞ ഫയൽ എന്താണെന്നും അവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. നമ്മൾ ഈ ഒരു ഇൻഡെക്സ് അജാക്സ് PHP നമുക്കുള്ളത് ഡിപ്പാർട്ട്മെന്റ്സ് ഫോൾഡറിലാണല്ലോ, അതേ ഫോൾഡറിൽ തന്നെ API.php എന്ന് പറഞ്ഞ ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയലാണ് നമ്മൾ ഈ ഒരു അജാക്സ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിനാണ് API.php എന്ന് പറഞ്ഞ URL തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ റിക്വസ്റ്റ് ഇങ്ങോട്ടേക്കാണ് പോവുക. നേരത്തെ നമ്മൾ index.php എന്ന് പറഞ്ഞ ഫയൽ, അതേ സെയിം ഫയലായിരുന്നു നമ്മൾ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇനി അടുത്തത് എന്ത് അജാക്സ് ആകുമ്പോൾ അത് API.php എന്ന് പറഞ്ഞ ഫയലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഡാറ്റാബേസും പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് മോഡലും റിക്വയർ ചെയ്ത് വെച്ചു. സാധാരണ നേരത്തെ നമ്മൾ എവിടെയൊക്കെ ചെയ്തു, നമ്മൾ മെയിൻ ഫയലിൽ ചെയ്ത പോലെ തന്നെ. പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഹെഡർ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്. പിന്നെ ഹെഡർ ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് കീ സെറ്റ് ചെയ്ത് A caps C caps ഹൈഫൺ ഇട്ടാണ്, ഇവിടെ വീണ്ടും A caps O caps എന്നിട്ട് കോളൻ ഇട്ടിട്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു API ആർക്കും ആണെങ്കിലും ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ റെസ്ട്രിക്ഷൻ ചെയ്ത് സ്റ്റാറിന് പകരം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് ക്യാരക്ടർ എന്ന് പറയും, അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. അതിന് പകരം നമ്മൾ ഒരു ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈനിന് മാത്രം, അല്ലെങ്കിൽ ഒരു IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ IP അഡ്രസ് മാത്രമേ ഈ API ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്രോസ് ഒറിജിൻ റിക്വസ്റ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ IP മാത്രം റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ അത് സ്റ്റാറിന് പകരം അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ആക്സസ് കൺട്രോൾ അലോ മെത്തേഡ്സ്, അലോ ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൊടുക്കുന്നതാണ് ഇങ്ങനെ ആക്സസ് കൺട്രോൾ അലോ മെത്തേഡ്സ്.
ഇനി ആക്സസ് കൺട്രോൾ അലോ ഹെഡേഴ്സ് എന്താണ്? ഹെഡേഴ്സ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ആകെ കണ്ടന്റ് ടൈപ്പ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഇങ്ങോട്ടേ പാസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ അജാക്സിൽ കണ്ടന്റ് ടൈപ്പ് മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. വേറെ എന്ത് പാസ് ചെയ്ത് കഴിഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ അതിന്റെ റെസ്പോൺസ് ടൈപ്പും എന്തായിരിക്കും? കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ PHP എങ്ങനെയായിരുന്നു ചെയ്ത്? DB കണക്ട് ചെയ്തു, പിന്നെ ഡിപ്പാർട്ട്മെന്റ് വേരിയബിൾ ഉണ്ടാക്കി, എന്നിട്ട് അടുത്ത എന്താണ്? മെത്തേഡ്, ഏത് മെത്തേഡാണ് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കാണ്. സെർവർ ഓഫ് റിക്വസ്റ്റ്, കാരണം ഈ ഒരു ഫയൽ തന്നെയാണ് നമ്മൾ എല്ലാ ഓപ്പറേഷൻ അജാക്സിൽ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ഫയലാണ്. ഇപ്പൊ റിക്വസ്റ്റ് മെത്തേഡ് $_server ഓഫ് റിക്വസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏത് റിക്വസ്റ്റ് ആണ്, ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ പുട്ട് ആണോ എന്നൊക്കെ ഉള്ളത് അതിൽ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗെറ്റ് എന്നുള്ളത് കിട്ടി. ഇനി റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് ഒരു അറേ ഉണ്ടാക്കി വെക്കുകയാണ്. സക്സസ് ഫോൾസ് നമ്മൾ നേരത്തെ കണ്ടാണ്, നമ്മൾ അജാക്സ് ചെയ്തപ്പോൾ അതിൽ സക്സസ് എന്ന് പറഞ്ഞ കീ ഉണ്ടാവുന്നതാണ്. മെസ്സേജ് ഇൻവാലിഡ് റിക്വസ്റ്റ്, ഡാറ്റ എന്ന് പറഞ്ഞൊരു കീ ഉണ്ടാവുന്നതാണ്. അത് നള്ളായിരിക്കും. അതായത് ഡീഫോൾട്ട് ഉള്ള വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യണം റെസ്പോൺസ് API റെസ്പോൺസിനുള്ള. അപ്പൊ നമ്മളൊരു അജാക്സ് അല്ലെങ്കിൽ API REST API ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ APIന്റെ റിക്വസ്റ്റും റെസ്പോൺസും ഓൾവേസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. എസ്പെഷ്യലി റെസ്പോൺസ്. ചില സമയത്ത് നമ്മൾ ഡാറ്റ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ, ചില സമയത്ത് മെസ്സേജ് മാത്രം റിട്ടേൺ ചെയ്യും. അങ്ങനെ ആവരുത്. എപ്പോഴും ഒരേപോലെയുള്ള കീസ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി സക്സസ് എന്ന് പറയുന്നത് ഫോൾസ് സക്സസ് അല്ല, മെസ്സേജ് ഇൻവാലിഡ് റിക്വസ്റ്റ് എന്നാണ്, ഡാറ്റ ഒന്നും ഡാറ്റ ഇല്ല. ഇനി നമ്മൾ സ്വിച്ച് കേസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. PHP സ്വിച്ച് കേസ് ഉപയോഗിച്ചിട്ട് മെത്തേഡ് അതിലേക്ക് പാസ് ചെയ്തു. മെത്തേഡ് നമ്മൾ നേരത്തെ സെർവർ റിക്വസ്റ്റ് മെത്തേഡ് എടുത്ത് വെച്ചു. അപ്പൊ അതിൽ ഗെറ്റ് ആണ് നമുക്ക് കിട്ടുക ആദ്യം ലോഡ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ കേസ് ഗെറ്റ്, അതായത് മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി ആദ്യത്തെ ബ്ലോക്കിലാണ് ഈ സെറ്റ് ഓഫ് ഗെറ്റ് ഓഫ് ഐഡിയും കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബ്ലോക്ക്, അതിലേക്ക് പിന്നീട് വരാം. എൽസ് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ PHP നേരത്തെ നമ്മൾ ചെയ്ത ആ കോഡുകളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. PHP സെറ്റ് ഓഫ് $get of page പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്റ് വാൽ ഓഫ് ഗെറ്റ് പേജ് ആക്കി. അതായത് ഇന്റ് വാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റിജറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന കോട്ട് ഇട്ടിട്ട് സ്ട്രിംഗ് ആണെങ്കിൽ ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി PHP ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇന്റ് വാൽ. ഓർ ടെർണറി ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ എന്താണ്? ബൈ ഡീഫോൾട്ട് 1 പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്തതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ 1. ഐറ്റം പെർ പേജ് പാസ് ചെയ്തതിനെ കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ 10. സോർട്ട് എന്ന് പറയുന്നത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒന്നും പക്ഷം സോർട്ട് ചെയ്യില്ല. ഓർഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? എന്താണോ പാസ് ചെയ്തത് അത്, അല്ലെങ്കിൽ അസെൻഡിങ്. ഇനി സെർച്ച് ഫീൽഡ് പാസ് ചെയ്ത് ഇസെറ്റ് ഓഫ് പാസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പാസ് ചെയ്ത അവർ ഗെറ്റ് ഓഫ് സെർച്ച് ഫീൽഡ്, അല്ലെങ്കിൽ നള്ള്. അങ്ങനെ എല്ലാ ഡീഫോൾട്ട് വാല്യൂസും സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. അതിലേക്ക് നേരത്തെ പാസ് ചെയ്യും പോലെ തന്നെ എല്ലാ വേരിയബിൾസും നമ്മൾ പാസ് ചെയ്തു. പിന്നെ ടോട്ടൽ കൗണ്ട് എടുക്കുക, ഗെറ്റ് ടോട്ടൽ കൗണ്ട് ഓഫ് സെർച്ച് ഫീൽഡ് സെർച്ച് ടൈപ്പ്, നേരത്തെ പാസ് ചെയ്ത പോലെ തന്നെ സെയിം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ ഈ സെറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സക്സസ്. ഇനി ഇതിൽ റെസ്പോൺസ് ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പൊ അതിൽ സക്സസ് ഒക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അത് എന്താണെന്ന് നോക്കണം. അപ്പൊ ഈ സെറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സക്സസ്, അതിൽ സക്സസ് എന്ന് പറഞ്ഞ കീ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് നോട്ട് ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സക്സസ്, ആൻഡ് നോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സക്സസ് ആണെങ്കിൽ റെസ്പോൺസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്താണോ ആ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് വരുന്നത് അതായിരിക്കും. എൽസ് എന്താണ്? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് വരുന്നത് അതാണ് റെസ്പോൺസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്താന്ന് നോക്കാം ആ ഫംഗ്ഷൻ വരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള അറേ നമ്മൾ നേരത്തെ ഇനീഷ്യൽ ഇവിടെ സെറ്റ് ചെയ്തത് സക്സസ് മെസ്സേജ് ഡാറ്റ അല്ലേ. അപ്പൊ ഇനി നമ്മൾ സക്സസ് ട്രൂ ആണ്. ഓക്കെ, ഇവിടെ സക്സസ് ട്രൂ എന്ന് പറഞ്ഞ പകരം ഫോൾസ് ആണ് നമ്മൾ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സക്സസ് ട്രൂ, മെസ്സേജ് ഒന്നും വേണ്ട കാരണം ലിസ്റ്റ് അല്ലതുകൊണ്ട് ഡാറ്റയിൽ എന്ത് ചെയ്യും? ഒരു അറേന്റെ ഉള്ളിൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കറന്റ് പേജിന്റെ ടോട്ടൽ കൗണ്ട് നമ്മൾ ഫംഗ്ഷൻ കിട്ടിയതുണ്ട്. ഐറ്റം പെർ പേജ് എത്ര ഐറ്റംസ് പെർ പേജ് ആണോ നമ്മൾ പറഞ്ഞത് അതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റയിൽ ഉള്ളത്. ഓക്കെ, റെസ്പോൺസ് ഒരു അറയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ കേസ് കണ്ടീഷൻ കഴിഞ്ഞ് ബാക്കിയുള്ളതിനൊക്കെ ഉള്ള കണ്ടീഷനാണ്. ലാസ്റ്റ് എന്ത് ചെയ്യും? എക്കോ JSON _ encode ഓഫ് ആ റെസ്പോൺസ്, അതിന് എക്കോ ചെയ്യും. പിന്നെ ഡാറ്റാബേസ് കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്കോ JSON _ റെസ്പോൺസ് പറയുമ്പോൾ ഇതൊരു അറേയില് JSONലേക്ക് എൻകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്കോ ചെയ്യും. അതായത് അത് റിട്ടേൺ ചെയ്യുന്നതിനാണ് എക്കോ PHP എക്കോ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് എക്കോ ചെയ്യുന്നതായിരിക്കും ആജാക്സിന്റെ റിസൾട്ട് ആയിട്ട് വരിക.
ഇനി നമ്മൾക്ക് ഫംഗ്ഷനിലെ ഡിഫറൻസ് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വേർഷൻ കൺട്രോൾ എടുക്കാം. വേർഷൻ കൺട്രോൾ എന്താണ് ചേഞ്ച് ചെയ്തെന്ന് കാണാൻ പറ്റും. അപ്പോൾ വേർഷൻ കൺട്രോളിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫയൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത് നേരത്തെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ട്രൂ ആണെങ്കിൽ റിട്ടേൺ ട്രൂ എന്നാണ് കൊടുത്തത്. ഇപ്പൊ നമ്മൾ അതിന് പകരം സക്സസ് ട്രൂ മെസ്സേജ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, അത് ഏതിലാണ്? ആഡിലാണ്. ഓക്കെ, ആഡിന്റെ ഫംഗ്ഷൻ നമുക്ക് ഇപ്പൊ നോക്കണ്ട, നമുക്ക് ലിസ്റ്റ് ഓൾ ആണ് നോക്കുന്നത് അല്ലെ. ലിസ്റ്റ് ഓൾ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്തത്? ലിസ്റ്റ് ഓളിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് റിസൾട്ട് ആണ്, അത് റിട്ടേൺ ചെയ്യായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു വെച്ചു. റിസൾട്ട് ഈക്വൽ ടു സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ഗെറ്റ് റിസൾട്ട്, എന്നാൽ ഡിപ്പാർട്ട്മെന്റ്സ് ഈക്വൽ ടു റിസൾട്ട് ഡോട്ട് ഫെച്ച് ഓൾ ഓഫ് MySQL അസോക്. അതായത് ഈ ഒരു MySQL സ്റ്റേറ്റ്മെന്റിൽ ഫെച്ച് അണ്ടർസ്കോർ ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് MySQLi അണ്ടർസ്കോർ അസോക് എന്ന് പറഞ്ഞ കൊടുത്തു അസോസിയേറ്റീവ് അറേയായിട്ട് നമുക്ക് അത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. അപ്പൊ അത് ഡിപ്പാർട്ട്മെന്റ്സിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ക്ലോസ് എന്ന് പറഞ്ഞ കൊടുത്തു എന്നിട്ട് റിട്ടേൺ ഡിപ്പാർട്ട്മെന്റ്സ് റിട്ടേൺ ചെയ്യാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ക്യാച്ചിലാണെങ്കിലോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. സക്സസിൽ ട്രൈ ക്യാച്ചിൽ ക്യാച്ചിന്റെ ഉള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം എറർ കൂടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സക്സസ് ഫോൾസ് മെസ്സേജ് ഈ ആരോ മാർക്ക് ഗെറ്റ് മെസ്സേജ് ഡാറ്റയിലെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് empty array സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എറർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ empty array ആണെങ്കിൽ ഒറ്റ ഐറ്റംസ് ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ എറർ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിരിക്കണം നമ്മൾ റെസ്പോൺസ്. സക്സസ് ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. ഡാറ്റയുടെ ഉള്ളിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓൾവേസ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ empty array ആണ്. ഇതിനർത്ഥം empty ഒറ്റൊന്നുമില്ല, എറർ ആണെങ്കിൽ അതിൽ ഒന്നുമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ലിസ്റ്റ് ഓൾ ഫംഗ്ഷനിൽ ആകെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ API അല്ലേ, APIയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? APIയിൽ നമ്മൾ ആ ഒരു ഗെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന നേരത്തെ ഉള്ളത് പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ക്യാച്ചിൽ കയറുമ്പോൾ സക്സസ് ഫോൾസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യും. അത് ഉണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്ന ഇസെറ്റ് ഉണ്ടെങ്കിൽ, അതായത് ട്രൂ ആകുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിൽ സക്സസ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടാവില്ല. അത് നമ്മൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ സക്സസ് ഉണ്ടാവില്ല. നമ്മൾ ഡയറക്റ്റ് ആ റിസൾട്ട് ആണല്ലോ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ആണെങ്കിൽ നമ്മൾ മാനുവലി എന്ത് ചെയ്യണേ? ട്രൂ ഒക്കെ സെറ്റ് ചെയ്ത് മെസ്സേജ് ഒക്കെ സെറ്റ് ചെയ്തു. ഡാറ്റയിലെ ഡിപ്പാർട്ട്മെന്റ്സിൽ ആ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് കിട്ടിയത് അത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഒരു എറർ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി ആ ഒരു ലിസ്റ്റ് ഓൾ ഫംഗ്ഷൻ, അത് അങ്ങനെ തന്നെ റെസ്പോൺസിലേക്ക് സെറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഉള്ള ഈ ഒരു ഭാഗം വിട്ടുപോരുത്. എക്കോ ജേസൺ എൻകോഡ് ഓഫ് റെസ്പോൺസ്. ആ റെസ്പോൺസ് ആണ് എക്കോ ചെയ്യും. ജേസൺ അണ്ടർസ്കോർ എൻകോഡ് ചെയ്തിട്ട് വേണം റിട്ടേൺ ചെയ്യാൻ. പിന്നെ ആ അജാക്സ് നമ്മൾ ഫംഗ്ഷൻ എഴുതി, ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ തൽക്കാലം നിങ്ങൾക്ക് കമന്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കമന്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഭാഗം ചെയ്യേണ്ട, അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഷോ മോഡൽ, ഇത് കമന്റ് ചെയ്യാം. ഈ ഒരു ഭാഗം കമന്റ് ചെയ്യാം. അതേപോലെ റെൻഡർ പേജിനേഷൻ അതും കമന്റ് ചെയ്യാം. ഇത്രയും കമന്റ് ചെയ്തിട്ട് പിന്നെ അതേപോലെ എററിന്റെ അവിടെ ഷോ അലേർട്ട് അതും കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കമന്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഉപയോഗിച്ച് നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് പാർട്ടും കൂടെ കൊടുക്കണം. ലാസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വിൻഡോ ഡോട്ട് ഓൺ ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷൻ വിളിക്കണം. ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നെറ്റ്വോ ടാബ് ഓപ്പൺ ചെയ്യാൻ ഇൻസ്പെക്ട് ചെയ്തു, നെറ്റ്വോ ടാബ് ഓപ്പൺ ചെയ്തു, ഫെച്ച് ഓർ എക്സെട്ര എന്നതിലാണുള്ളത്. ഞാൻ പേജ് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്യുമ്പോൾ പേജ് ലോഡ് ചെയ്തു. പേജ് ലോഡ് ചെയ്തപ്പോൾ കണ്ട ആജാക്സ് വർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ URL API.php പേജ് ഈക്വൽ ടു ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ URL കൂടെ അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഏത് ഫോൾഡറിലാണോ ഞാനുള്ളത്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഡിപ്പാർട്ട്മെന്റ് വരെ വന്നു. ബാക്കി API.php പേജ് ഈക്വൽ ടു ഐറ്റം പെർ പേജ് 10, സോർട്ട് ID, സോർട്ട് ഓർഡർ ഡിസെൻഡിങ് ആണ്, സെർച്ച് ഫീൽഡ് നെയിം, സെർച്ച് ടൈപ്പ് കണ്ടെയ്ൻസ്, സെർച്ച് വാല്യൂ empty, സെർച്ച് വാല്യൂ 2 empty എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് മെത്തേഡ് ഗെറ്റ് ആണെന്ന് ഇവിടെ കാണാം. അതിന്റെ സ്റ്റാറ്റസ് കോഡ് 200, റെസ്പോൺസ് കോഡ് 200 ആണ്. ഇനി റെസ്പോൺസ് ഹെഡേഴ്സിൽ നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുള്ള ഹെഡേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടന്റ് ടൈപ്പ് അലോ ഹെഡേഴ്സ് കണ്ടന്റ് ടൈപ്പ് ആണ്. മെത്തേഡ്സ് ഇതൊക്കെയാണ്. അലോ ഒറിജിൻ സ്റ്റാർ, പിന്നെ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON ആണ്. ഇത്രയും നമ്മളവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് കൂടെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ വന്നിട്ടുണ്ട്. ഇനി റിക്വസ്റ്റ് ഹെഡറിൽ നമ്മൾ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON കൊടുത്ത് അതും കൂടെ കാണാൻ പറ്റും.
ആപ്ലിക്കേഷൻ JSON റിക്വസ്റ്റ് ടൈറ്റിൽ കൊടുത്ത്. പിന്നെ പേലോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ URL കൂടെ നമ്മൾ പാസ് ചെയ്യുന്നത് ക്വറി പാരാംസ് ആണല്ലോ. ക്വറി പാരാംസ് പേജ് 1 അതൊക്കെ നമ്മൾ ഇവിടെ പേലോഡിലും കൂടെ കാണാൻ പറ്റും. ഇനി റെസ്പോൺസോ അല്ലെങ്കിൽ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നമ്മൾ റെസ്പോൺസ് ആണ് ഡാറ്റ മെസ്സേജ് empty സക്സസ് ട്രൂ ഡാറ്റ എന്താണ് കറണ്ട് പേജ് നമ്മൾ കൊടുത്ത 1 എന്ന് പറഞ്ഞാൽ ഐറ്റം പെർ പേജ് 10 ടോട്ടൽ കൗണ്ട് 20 കാൽക്കുലേറ്റ് ചെയ്ത ഫംഗ്ഷൻ. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞതിനുള്ളിൽ അറേ ആയിട്ട് എന്തുണ്ട്, ഇതൊരു അറേ ആണ് ബ്രാക്കറ്റ് ഉണ്ട്, അതിൽ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓരോ ഒബ്ജക്റ്റിൽ ഐഡിയും നെയിമും ഉണ്ട്. അപ്പോൾ ഇതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയും നെയിമും. അപ്പൊ എന്ത് ചെയ്തു, അതിൽ ലൂപ്പ് ചെയ്തിട്ട് ആദ്യം TR ഉണ്ടാക്കും, പിന്നെ 3 TD ഉണ്ടാക്കും, എന്നിട്ട് അതൊക്കെ T ബോഡിയിലേക്ക് അപ്പൻഡ് ചെയ്യും. അപ്പൊ ഇൻസ്പെക്ട് ചെയ്ത് HTML കോഡ് നോക്കിക്കഴിഞ്ഞാൽ ആ T ബോഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് ആ TR TD ഒക്കെ ഇട്ടത് കാണാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് DOM ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെയാണ് അജാക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മോണോലിത്ത് ആപ്ലിക്കേഷൻ അജാക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അജാക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളെ ഡാറ്റ ലോഡ് ചെയ്തിട്ട് ഈ T ബോഡിയുടെ ഉള്ളിൽ പ്രിന്റ് ചെയ്യുന്നത് നോക്കി ഒരു ഹൈ ലെവൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് T ബോഡിയിൽ ഉണ്ടായിരുന്ന കണ്ടന്റ്സ് ഒക്കെ എടുത്തു കളഞ്ഞു, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ആ T ബോഡിക്ക് ഒരു ID കൂടെ കൊടുത്തു. എന്നിട്ട് പുതിയ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഫൂട്ടർ കഴിഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു ഡിപ്പാർട്ട്മെന്റ് JS അസറ്റ്സിൽ JS ഫോൾഡറിലാണ് ആ ഒരു ഫയല് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നപ്പോഴാണ് window.onload ഇവന്റിൽ നമ്മൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫംഗ്ഷൻ വിളിക്കും, ലോഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. അത് ആദ്യം നിങ്ങൾ ഒരു empty ഒരു ഫംഗ്ഷനുടെ ഒരു അലേർട്ട് എങ്ങാനും കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആക്ച്വൽ ലോജിക് ആണ് ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ എഴുതേണ്ടത്. അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു മാറ്റം വരുത്തിയ ഡിപ്പാർട്ട്മെന്റ് മോഡൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് ഓളിന്റെ ഉള്ളിൽ നമ്മൾ ഫെയിലിയറിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഫെയിലിയർ ഉണ്ടെങ്കിൽ എറർ ലോഗിന്റെ അവിടെ റിട്ടേൺ ഫോൾസ് അല്ലെങ്കിൽ റിട്ടേൺ നള്ള കൊടുക്കുന്നതിന് പകരം നമ്മളൊരു അറേ എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിൽ സക്സസ്, ഫോൾസ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ഡാറ്റ ഉണ്ട്. ഈ 3 ഫീൽഡാണ് നമ്മൾ JSON-ൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് സക്സസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും ഈ 3 ഫീൽഡ്സ് വരണം. അതായത് സക്സസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും, സക്സസ് അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ സക്സസ് അല്ല, അപ്പൊ ഫോൾസ്. അപ്പൊ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡാറ്റന്റെ ഉള്ളിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഏത് പേജ് ആണോ ആ പേജിന്റെ ഡാറ്റയും പിന്നെ അതിന്റെ പേജിനേഷനും ആണ് ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു കീന്റെ ഉള്ളിൽ വേണ്ടത്. അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ്സ് ഫെയിലിയർ ആവുന്ന സമയത്ത് empty ആയിരിക്കും. empty എന്ന് വെച്ചാൽ ഒരു MTR. അപ്പൊ അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മോഡലിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു API.php എന്ന് പറഞ്ഞൊരു ഫയൽ ആഡ് ചെയ്തു. ആ ഫയൽ ആഡ് ചെയ്ത കോഡുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പിന്നെ നമ്മൾ സ്വിച്ച് കേസിൽ ഗെറ്റിന്റെ ഉള്ളിൽ ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ ഇഫ് കണ്ടീഷനെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, അതിപ്പോ ചെയ്യണ്ട. ആദ്യം നമ്മൾ ആ ഒരു ഇഫ് കണ്ടീഷൻ ഇല്ലാതെ ഒരു ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന അപ്രോച്ച് മാത്രം ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗെറ്റ് ടോട്ടൽ കൗണ്ട് ഒക്കെ നേരത്തെ നമ്മൾ PHP ആക്കി ചെയ്തപ്പോൾ index.phpയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം അപ്രോച്ച് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചേഞ്ചസ് നോക്കിയാൽ കാണാം. എൻ്റെ ഗിറ്റ് കമ്മിറ്റിൽ ഞാൻ ചേഞ്ച് നോക്കുകയാണ് department.phpയിൽ. അപ്പോൾ നമ്മൾ department.phpയിൽ മറ്റുള്ള ഫംഗ്ഷനാലിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് ക്രൂഡ് ഓപ്പറേഷൻ എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാം അജാക്സ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് department.php എന്ന് പറഞ്ഞ ഫയൽ എന്തൊക്കെ ചേഞ്ച് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം ടോപ്പിലൊന്നും നമുക്ക് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ആകെ ചേഞ്ച് വരുന്നത് നമ്മൾ ആഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ സക്സസ് ആണെങ്കിൽ, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് നേരത്തെ അവിടെ റിട്ടേൺ ട്രൂ ആയിരുന്നു, ലെഫ്റ്റ് സൈഡിൽ നോക്കിയേക്കാണ്. ജസ്റ്റ് നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും പ്രോപ്പർ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ റീഡയറക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റിട്ടേൺ ട്രൂ കൊടുക്കുന്നതിന് പകരം നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു അറേ റിട്ടേൺ ചെയ്യും. അറേ നമ്മൾ കൺവേർട്ട് ചെയ്ത് JSON ആക്കി മാറ്റും. അതാണ് JSON എൻകോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു അറേയിൽ സക്സസ് ട്രൂ, അതായത് ക്രിയേറ്റ് ആയല്ലോ, അതുകൊണ്ട് സക്സസ് ട്രൂ. മെസ്സേജ് എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് ഡാറ്റ എന്ന് പറയുന്നത് നൾ എന്നാണ് കൊടുത്തത്. അതായത് നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പുതിയ ഡാറ്റ ഒന്നും തിരിച്ചു കൊടുക്കണം എന്നല്ല. അപ്പോൾ ഡാറ്റ നൾ എന്ന് പറഞ്ഞ് കൊടുത്തു. അതാണ് ആകെ ഒരു ചേഞ്ച് ആഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഫെയിലിയറിൽ നമ്മൾ എന്തായാലും ചെയ്ത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ക്യാച്ചിൽ റിട്ടേൺ ഫോൾസ്, അതായത് ഇത് ക്രിയേറ്റ് ആയിട്ടില്ല എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾസ് ആയിരുന്നു റിട്ടേൺ ചെയ്യും. അവിടെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു അറേ റിട്ടേൺ ചെയ്യും, സക്സസ് ഫോൾസ് ആണ്. മെസ്സേജിന്റെ അവിടെ എന്ത് ചെയ്യും, ഈ ആരോ ഗെറ്റ് മെസ്സേജ്, അതായത് ഈ എക്സെപ്ഷന്റെ മെസ്സേജ് എന്താണ് ആ മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഡാറ്റന്റെ അവിടെ നള്ള്, വേറെ ഒന്നും ചെയ്യുന്നില്ല.
അതിനുശേഷം ലിസ്റ്റോളിലും നമ്മൾ ഇതേപോലെ തന്നെ ലിസ്റ്റോളിൽ നമ്മൾ നേരത്തെ നോക്കിയതാണ്. നമ്മൾ ഫെയിലിയറിന്റെ സമയത്ത്, അതായത് ക്യാച്ചിൽ നമ്മൾ ആ ഫെയിൽ മെസ്സേജ് അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സക്സസ് ഫോൾസ് മെസ്സേജ്, ഈ ഗെറ്റ് മെസ്സേജ്. പിന്നെ ഡാറ്റന്റെ ഉള്ളിൽ ഡിപ്പാർട്ട്മെന്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് MTR ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതേപോലെ സക്സസിന്റെ ഉള്ളിൽ, അതായത് ട്രൈ ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ അവിടെ റിസൾട്ട് ജസ്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം നേരത്തെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് റിസൾട്ട് ആയിരുന്നു. അതിന് പകരം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആ ഒരു റിസൾട്ട് എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് ഈക്വൽ ടു റിസൾട്ട് ഫെച്ച് ഓൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് MySQLi അസോസിയേറ്റീവ് അറേറ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെച്ച് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു റിസൾട്ട്, ഈ ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ആ ഒബ്ജക്റ്റിൽ ഫെച്ച് ഓൾ എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാലിറ്റി ഉണ്ട് MySQLിലേക്ക്. ആ ഫെച്ച് അണ്ടർസ്കോർ ഓളിലേക്ക് MySQLi അസോക്ക് എന്നാണ് പാസ് ചെയ്താൽ അസോസിയേറ്റീവ് അറേ ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ പോയിട്ട് വീണ്ടും റിസൾട്ടിൽ വൈൽ ലൂപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ഒക്കെ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടെ വിളിക്കുന്നുണ്ട്. അതും MySQLi ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ലിസ്റ്റോൾ എന്ന ഫംഗ്ഷനിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഫൈൻഡ് വൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ID മാത്രം പാസ് ചെയ്തെടുക്കുന്നിടത്ത്, അതിനും ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, നേരത്തെ നമ്മൾ റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ എററൊക്കെ കാണിച്ച് ലാസ്റ്റ് റിസൾട്ട് ആയിരുന്നു റിട്ടേൺ ചെയ്തത്. അതായത് ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതായിരുന്നു റിട്ടേൺ ചെയ്തത്. ഇപ്പൊ നമ്മൾ അതൊരു വേരിയബിളിലേക്ക് എടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫെച്ച് അസോക്ക് എന്ന് പറഞ്ഞു വിളിച്ചു, ഫെച്ച് അണ്ടർസ്കോർ അസോക്ക്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഉപയോഗിച്ചത് ഫെച്ച് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഫെച്ച് ഓൾ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് എല്ലാം ഫുള്ള് ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ഫൈൻഡ് വൺ, ഒരു ID പാസ് ചെയ്ത് കൊടുത്തിട്ട് അത് മാത്രം എടുക്കുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫെച്ച് അണ്ടർസ്കോർ അസോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് റിസൾട്ടിന്റെ കിട്ടിയ ആ വേരിയബിളിൽ. അപ്പൊ ഫെച്ച് അണ്ടർസ്കോർ അസോക്ക് എന്ന് പറഞ്ഞ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റ് കിട്ടും, അറിയല്ല ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്. അപ്പൊ അതാണ് ഫെച്ച് അണ്ടർസ്കോർ അസോക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് അസോസിയേറ്റീവ് അറേ ആയിരിക്കും, പക്ഷെ അതൊരു ഒബ്ജക്ട് കൈൻഡ് ഓഫ് റെപ്രസെന്റേഷൻ ആയിരിക്കും നമ്മൾ JSON എൻകോഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോ ലെവലിൽ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്കോ ചെയ്ത് നോക്കിയാൽ മതി. പ്രിന്റാർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വാർഡംപ് ചെയ്ത് നോക്കുക. ഇതൊക്കെ അപ്പൊ എന്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് കളഞ്ഞാൽ മതി ആ ഒരു ലോഗ് ചെയ്ത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടു, ഇഫ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് നള്ളല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ സക്സസ് ട്രൂ. ഡാറ്റയുടെ അവിടെ എന്താണ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം കാണുമ്പോൾ നമുക്ക് പേജിനേഷന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡാറ്റയിൽ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പാസ് ചെയ്യും. അറേ വരുന്ന സമയത്ത് പേജിനേഷൻ ആവശ്യമുള്ള സമയത്ത് ആ ഡാറ്റന്റെ ഉള്ളിൽ എന്താണോ പേജിന്റെ പേര്, ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ്, എന്നിട്ട് പിന്നെ ടോട്ടൽ പേജ്, ഐറ്റം പെർ പേജ്, അതൊക്കെ ഉണ്ടാവും. ഇനി മെസ്സേജ് empty ആണ്. സക്സസ് ആകുമ്പോൾ ഇവിടുത്തെ മെസ്സേജിന്റെ ആവശ്യമില്ല. അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് സേവ് ചെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിൽ സക്സസ്ഫുള്ളി സേവ്ഡ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൊടുക്കണം. ഇനി എൽസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇല്ലെങ്കിൽ സക്സസ് ഫോൾസ് ആണ്, മെസ്സേജ് ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഫൗണ്ട്, ഡാറ്റ നള്ള്. പിന്നെ അതേപോലെ തന്നെ ക്യാച്ച് ബ്ലോക്കിൽ നമ്മൾ റിട്ടേൺ ഫോൾസ് അല്ലെങ്കിൽ റിട്ടേൺ നള്ള് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ മെസ്സേജ് സക്സസ് ഫോൾസ് മെസ്സേജ് ഈ ഒരു എററിന്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ നള്ളാണ്. ഇനി അപ്ഡേറ്റിലും ഇതേപോലെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നവിടെ ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ട്രൂ റിട്ടേൺ ചെയ്യുന്നതിന് പകരം സക്സസ് ട്രൂ മെസ്സേജ് ഡിപ്പാർട്ട്മെന്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേസ് ക്യാച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ് ഫോൾസ് മെസ്സേജ് ഈ ഗെറ്റ് മെസ്സേജ് ഡാറ്റ നള്ള് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റിനും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. ഡിലീറ്റിന് നമ്മൾ സക്സസിന്റെ അവിടെ ട്രൂ മെസ്സേജ് ഡിപ്പാർട്ട്മെന്റ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. പിന്നെ അതേപോലെ തന്നെ ക്യാച്ചിൽ ആ ഒരു എറർ മെസ്സേജ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. വാലിഡേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല, കാരണം വാലിഡേഷനിൽ നമ്മളൊരു JSONലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊന്നുമില്ല, വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ ടോട്ടൽ കൗണ്ട് കാണുന്നിടത്ത് നമ്മൾ എന്തായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, നേരത്തെ ഗെറ്റ് റിസൾട്ട് എടുത്തു, എന്നിട്ട് അതിൽ അസോക്ക് ഫെച്ച് അസോക്ക് അതിന്റെ ടോപ്പിൽ വിളിച്ചു, എന്നിട്ട് റിട്ടേൺ എന്താണ് ആ അസോക്ക് റിസൾട്ടില് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്സസ് ചെയ്തു. കാരണം അസോസിയേറ്റീവ് അറേ ആയതുകൊണ്ട് ഒരു അറേ ആയിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഗെറ്റ് റിസൾട്ട്, എന്നിട്ട് അതിന് ഒരു റോ എന്ന് പറയുന്നത് എന്താണ് ഫെച്ച് അസോക്ക്. അത് നേരത്തെ ചെയ്ത് തന്നെ, പക്ഷെ സെപ്പറേറ്റ് 2 ലെവലാക്കി. നേരത്തെ ചേഞ്ച് ചെയ്യായിരുന്നുള്ളത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്ലോസും ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടേൺ എന്താണ് നേരത്തെ ചെയ്ത പോലെ ഇന്റ് റോ ഓഫ് റിസൾട്ട് ഓഫ് എന്ന് പറയുന്നതിന് പകരം റോ ഓഫ് ടോട്ടൽ എന്ന് കൊടുത്തുള്ളൂ. വേറെ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സാനിറ്റൈസിലും മാറ്റങ്ങളൊന്നും വരാനില്ല, കാരണം അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മോഡലിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓവറോൾ നമ്മൾ എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞാൻ പറഞ്ഞ APIന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു APIന്റെ റെസ്പോൺസ് ഒരു രീതിയിലും വേറൊരു APIന്റെ റെസ്പോൺസ് വേറെ രീതിയിലും ആവരുത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, എല്ലാ APIയിലും അത് സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 3 ഫീൽഡ് ഉണ്ടാവും. സക്സസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ്, പിന്നെ മെസ്സേജ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടാവും. ചിലപ്പോൾ അത് empty ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ ഒരു മെസ്സേജ് ഉണ്ടാവും. പിന്നെ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടാവും, അത് ചിലപ്പോൾ നള്ളായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ അറേന്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് പേജിനേഷൻ ആയിട്ടോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു 3 ഫീൽഡും എല്ലാ APIക്കും വരാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് മോഡലിൽ ചെയ്തിട്ടുള്ളത്, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു index.php കോപ്പി ചെയ്ത് ഇൻഡെക്സ് അജാക്സ് ആക്കി മാറ്റിയിട്ട് അതിലുള്ള PHP കോഡുകളൊക്കെ കളഞ്ഞു. PHP കോഡ് കളഞ്ഞിട്ട് അതിൽ HTML കോഡ് മാത്രമാക്കി പാർഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു PHP കോഡ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് API.php എന്ന് പറഞ്ഞ ഒരു ഫയൽ ആ ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിൽ ആഡ് ചെയ്തിട്ടുള്ള കോഡുകൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിൽ ഹെഡർ സെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മെത്തേഡ് എടുത്തിട്ട് ഇനീഷ്യലി റെസ്പോൺസ് എന്തായിരിക്കും, എങ്ങാനും ഈ ഒരു സ്വിച്ച് കേസിന്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് എന്താണ് റെസ്പോൺസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് റെസ്പോൺസ് അറേയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ കണ്ട സക്സസ്, മെസ്സേജ്, ഡാറ്റ 3 ഫീൽഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മെത്തേഡ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ലൂപ്പ് ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ കേസ് ഗെറ്റ് ആണെങ്കിൽ ഈഫ് കണ്ടീഷനുള്ളിൽ ഈഫ് ഗെറ്റ് ഓഫ് ID, അതായത് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫർമേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ API കോൾ ചെയ്താണെങ്കിൽ, അപ്പൊ അതിൽ നിങ്ങൾ APIന്റെ URL ID ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് ഫൈൻഡ് വൺ ഓഫ് ആ ഒരു ഗെറ്റ് ഓഫ് ID, നമ്മൾ ഫൈൻഡ് വൺ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ കിട്ടാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഇതാണ് കോൾ ചെയ്തിട്ട് ഈ റെസ്പോൺസ് വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ID ഇല്ല, അപ്പൊ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലിസ്റ്റ് ആണ് കിട്ടേണ്ടത്, ലിസ്റ്റ് ഓൾ. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് വേണം, പേജ് വേണം, ഐറ്റം പെർ പേജ്, സോർട്ട്, ഓർഡർ, സെർച്ച് ഫീൽഡ്, സെർച്ചബിൾ ടൈപ്പ്, സെർച്ച് വാല്യൂ, വാല്യൂ ടു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ നമ്മൾ PHP ഫയൽ ഉണ്ടായിരുന്നതാണ്, അത് ഇവിടേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ലിസ്റ്റ് ഓൾ വിളിക്കുന്നു, ഗെറ്റ് ടോട്ടൽ കൗണ്ട്, സെയിം അപ്രോച്ച് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ സക്സസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ടോ നോക്കാണ്, ഉണ്ടെങ്കിൽ എന്നിട്ട് അതിൽ വാല്യൂ ഫോൾസ് ആണെങ്കിൽ, അതായത് സക്സസ് ഫോൾസ്, എറർ ആണെങ്കിൽ റെസ്പോൺസ് എന്ത് ചെയ്യും, എന്താണോ അവിടുന്ന് കിട്ടിയത്, ആ ഫംഗ്ഷൻ കിട്ടിയത്, അവിടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് തന്നെ ഉണ്ട്. രണ്ടാമത്തെ റിസൾട്ടിൽ നമുക്ക് എന്തുള്ളൂ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ്സും വേണം, പിന്നെ അതേപോലെ നമുക്ക് പേജ് ഏതാണ് പേജ് എന്നുള്ളത് വേണം, ടോട്ടൽ കൗണ്ട് നമുക്ക് വേറെ ഫംഗ്ഷൻ വിളിച്ചിട്ടാണ് എടുക്കുന്നത്, ടോട്ടൽ കൗണ്ട് എന്ന ഫംഗ്ഷൻ, അതും കൂടെ റെസ്പോൺസിൽ കൊടുക്കണം. ഐറ്റം പെർ പേജ് നമുക്ക് റെസ്പോൺസിൽ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൽസ് കണ്ടീഷനാണ്.